നാട്ടുകാരെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ദേ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുക. എല്ലാവരും നാരങ്ങ അച്ചാർ ഇടുന്നത് നല്ലെണ്ണയിലാണ്. ഞാൻ പക്ഷേങ്കിൽ വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ അങ്ങനെ വെളിച്ചെണ്ണയിൽ ഇടുന്നത് അത് ടേസ്റ്റ് കൂടുതലാണ്. ടേസ്റ്റ് നല്ല. ഞാൻ അച്ചാർ ഇടുന്ന എല്ലാം വെളിച്ചെണ്ണയില്ല. പിന്നെ എവിടെയെങ്കിലും കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലേ ഉള്ളൂ നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. ഒരു കണക്കിനങ്ങ് ഒഴിക്കും അല്ലേ? ഒരു കണക്കിനങ്ങ് ഒഴിക്കുക. എന്നിട്ട് കടുകിടുക, ഉലുവ ഇടുക. ഇപ്പോൾ 10 വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി കൂടുതലും ടേസ്റ്റ് കൂടും. വെളുത്തുള്ളിയും കൂടെ ടേസ്റ്റ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ അത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇത് മുളക് പൊടി, ഉപ്പ്. ഞാൻ അച്ചാറിനകത്ത് കറിവേപ്പില ഇടാറില്ല. കുറച്ച് നാൾ ഇരിക്കേണ്ടതല്ലേ. 1/2 ഗ്ലാസ് വിനാഗിരി, അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അച്ചാറ് റെഡി. കുപ്പിയിലൊക്കെ വെക്കാം അല്ലേ? ഇതിനി ഉണങ്ങിയ നല്ല കുപ്പിക്കകത്ത്, ഒരു ശകലവും വെള്ളമാനം ഇല്ലാത്ത കുപ്പിക്കകത്ത് താണിക്കഴിഞ്ഞ് നല്ലപോലെ തണുക്കണം. ആവി വെള്ളം താണ എളുപ്പം അച്ചാർ കേടാകാൻ സാധ്യത. ഞാൻ തലേദിവസം അച്ചാർ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം മാത്രമേ ജാറിലാക്കൂ. എല്ലാവരും ഈ അച്ചാറൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കും. പക്ഷെ ഇപ്പം ലാസ്റ്റ് പറഞ്ഞ ഈ ടിപ്പൊന്നും ആരും പറഞ്ഞു തരത്തൊന്നുമില്ല. അതൊരു ഹൈലൈറ്റ് പോയിന്റാണ്. ഓക്കെ, എന്തായാലും നാരങ്ങ അച്ചാർ സൂപ്പറായിട്ടുണ്ട്. നേരെ നാരങ്ങ അച്ചാർ ട്രൈ ചെയ്യാൻ പോവാണ്. ഇതിലും ബെറ്റർ ആയിരിക്കും. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാൽ, അത് ഞാൻ നേരത്തെ ട്രൈ ചെയ്യായിരുന്നു, സൂപ്പറായിരുന്നു. ഇതും നമുക്ക് നോക്കാം ഒരു 15 ദിവസം കഴിഞ്ഞ്. ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്.